പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചെടുക്കും. എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക. സകലയിടത്തും വലിയ കാര്യങ്ങൾ ഓരോ നൈറ്റ് വിജിലിലും ദൈവമായ കർത്താവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ദൈവകൃപ പ്രാപിച്ചവരുടെ കത്തുകൾ വായിച്ച് സാക്ഷ്യത്തിലൂടെ ദൈവത്തെ നാം മഹത്വപ്പെടുത്തുകയാണ്. ഈ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ മാത്യു ജോസഫാണ്. കത്തുകൾ വായിച്ചുള്ള ഈ സാക്ഷ്യ വിവരണത്തിൽ വിശ്വാസപൂർവ്വം നമുക്ക് പങ്കുചേരാം. കൈകളൊന്ന് ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ സാക്ഷ്യങ്ങളെല്ലാം ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. നന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. കർത്താവേ, ദാസരെ ഓർക്കണമേ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി ഈ പ്രാർത്ഥനാ കൂടാരത്തിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് വീണ്ടും സന്ദർശിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാം വീണ്ടും ദൈവ സാന്നിധ്യം നിറയട്ടെ. ഈ സാക്ഷ്യങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ, അങ്ങേ മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങയുടെ അത്ഭുത ശക്തി കർത്താവേ എല്ലാ ജീവിതങ്ങളിലും പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ലോകത്തെമ്പാടുമുള്ള മക്കൾ ഒരുപാട് പേര് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, രോഗികളായിരിക്കുന്നവർ, ജോലി തടസ്സം അനുഭവിക്കുന്നവർ, ദുഃഖിതര്, കടബാധിതര് എല്ലാവരെയും ഓർക്കണമേ. കണ്ണുനീരൊപ്പണമേ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി കർത്താവേ ഞങ്ങളിലും ഈ ആലയത്തിലും എല്ലാ ജീവിതങ്ങളിലും നിറയട്ടെ. കാണുന്നവരിലും കേൾക്കുന്നവരിലും ആത്മാവ് പ്രവർത്തിക്കട്ടെ. ദൈവരാജ്യം അങ്ങനെ വളരട്ടെ. തിരുസഭ അങ്ങനെ വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യങ്ങൾക്കിടയിലൂടെ പരിശുദ്ധാത്മാവേ അവിടുന്ന് ചലിക്കണമേ. അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോമിലൂടെ ഇന്നോളം ഞങ്ങളെന്ന് നയിച്ച ദൈവമേ, നൈറ്റ്വിയിലൂടെ വൻകാര്യങ്ങൾ ചെയ്ത ദൈവമേ, ബലഹീനരായ ഞങ്ങളിലൂടെ ബലഹീനതയിൽ പ്രവർത്തിച്ച നല്ല ദൈവമേ, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വാഴ്ത്തുന്നു. നിന്റെ കൃപയാൽ വീണ്ടും ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ച് ആനന്ദത്തോടെ ബലഹീനതയിൽ ബലമേകുന്ന നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. ബലമേകി ബലവാനായോ നടത്തിടുന്നു. ചേർന്ന് പാടാമോ? ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാലേ അനുദിനവും ആത്മാവിൽ കൃപയാലേ, കൃപയാലേ, കൃപയാലേ അനുദിനവും. വീണ്ടും ഒരിക്കൽ കൂടി പാടുന്നു. ബലഹീനതയിൽ ബലമേകി നമ്മെ നടത്തിയ ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ, 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 കൃപയാലേ അനുദിനവും. ആമേൻ, ആമേൻ. കൃപയാലേ, കൃപയാലേ, കൃപയാലേ അനുദിനവും. തൃശ്ശൂരിൽ നിന്ന് ഷീല ചെറിയാൻ എഴുതിയ കത്താണ് നമ്മൾ ആദ്യം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. എൻ്റെ മകൻ സൈമണ് സൗദിയിലായിരുന്നു ജോലി. എന്നാൽ പല കാരണങ്ങളാലും കഴിഞ്ഞ വർഷം ജോലി നിർത്തിപ്പോരേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് മറ്റു ജോലികളൊന്നും ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ശാലോം നൈറ്റ് വിജിലിലേക്ക് വിളിച്ചു പറഞ്ഞു, അടുത്ത മാസത്തെ നൈറ്റ് വിജിലിന് മുൻപായി 1,00,000 രൂപ മാസ ശമ്പളമുള്ള ജോലി ലഭിക്കുവാനായി ഞാനും കുടുംബവും 2015 മെയ് മാസത്തിലെ നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കുന്നത് ഈ കത്ത് വായിച്ചപ്പോൾ സഭയിൽ മെക്കുൽഡിഡ എന്നൊരു വിശുദ്ധനുണ്ട്. അധികം കേൾക്കാത്തൊരു പേരാണ്. ആ വിശുദ്ധൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം ഇങ്ങനെയാണ്.
അദ്ദേഹത്തിന് ദൈവം ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഒരു അശരീരിയിലൂടെ പറഞ്ഞു, മനുഷ്യമക്കൾ എന്നിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. അങ്ങനെ ദൈവമക്കൾ ചോദിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതിലും വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. നമ്മൾ ചെറിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തിയെ നമ്മൾ പരിമിതമാക്കുകയാണ്. ഉന്നതമായ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും മനുഷ്യർക്ക് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ഈ കത്തിൻ്റെ വാക്ക് ശ്രമിക്കാം. അങ്ങനെ നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അടുത്ത നൈറ്റ് വിജിലിന് മുൻപായി തന്നെ എൻ്റെ മകന് ഖത്തറിൽ 1 ലക്ഷത്തിലധികം മാസവരുമാനമുള്ള നല്ല ജോലി നൽകി കർത്താവ് അനുഗ്രഹിച്ചു. ഈശോ നൽകി വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. 1 ലക്ഷം രൂപ മാസവരുമാനമുള്ള ജോലിക്ക് വേണ്ടിയാണ് ചോദിച്ചത്. ചോദിക്കുന്നതിനും വലിയവനായ കൊടുക്കുന്ന ദൈവം 1 ലക്ഷത്തിലധികം ശമ്പളമുള്ള ജോലി നൽകി ഈ ദൈവദാസനെ അനുഗ്രഹിച്ചു. ദൈവദാസനോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഇല്ലായ്മകളും ജോലി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പ്രവർത്തിക്കുന്ന നല്ല ദൈവത്തെ, ആ ദൈവത്തിൽ ആരാധിച്ച് ആനന്ദിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ, സന്തോഷിച്ചിടും ഞാൻ. രണ്ടാമത്തെ കത്ത് വിവാഹ തടസ്സം മാറിയ ഒരു യുവാവിൻ്റെ അനുഭവമാണ്. എൻ്റെ പേര് ജോണി എൻ സ്കറിയ. പാലാ രൂപതയിൽ നിന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എനിക്ക് വിവാഹ തടസ്സമുണ്ടായിരുന്നു. 2012 മുതൽ എനിക്ക് നിരവധി ആലോചനകൾ വന്നെങ്കിലും ഒന്നും ശരിയായില്ല. ഇതിനിടയിൽ എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതും ആലോചനകളെ പ്രതികൂലമായി ബാധിച്ചു. തുടർന്ന് എല്ലാ മാസവും നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥന ചോദിക്കുകയും മുടങ്ങാതെ സംബന്ധിക്കുകയും ചെയ്തിരുന്നു. പോസിറ്റീവായിട്ട് ഒന്നും സംഭവിച്ചില്ല എങ്കിലും പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രതീക്ഷ നിർഭരമായ വിശ്വാസത്തോടെ ഈ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ഇങ്ങനെ പറയുകയാണ്, വിവാഹം നടക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ അനുയോജ്യമായ ഒരു ആലോചന വരികയും കഴിഞ്ഞ 2015 ഒക്ടോബർ 24 വിവാഹം നടക്കുകയും ചെയ്തു. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു ജീവിത പങ്കാളിയെയാണ് എനിക്ക് ലഭിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കത്ത് വായിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അനേക യുവാക്കളുടെ തെറ്റായ ഒരു കാഴ്ചയാണ്, എനിക്ക് ജോലി ഇല്ലെങ്കിൽ, ഞാനൊരു കൂലിക്കാരനാണെങ്കിൽ, ഒരു കൃഷിക്കാരനാണെങ്കിൽ എനിക്ക് ജീവിത പങ്കാളി ലഭിക്കത്തില്ല. അങ്ങനെ പറയുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അതൊന്നും ഒരു വിഷയമല്ല. മാനുഷികമെന്ന നമ്മുടെ കാഴ്ചയാണ് ജോലി ഉണ്ടെങ്കിൽ വിവാഹം നടക്കുകയുള്ളൂ എന്ന്. ഈ സാക്ഷ്യം എന്താ പറയുന്നത്? ജോലി പോയ സാഹചര്യത്തിലാണ് ദൈവം തൻ്റെ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി നൽകി ഈ ജോണി സ്കറിയെ അനുഗ്രഹിച്ചത്. വിവാഹ തടസ്സമുള്ള എല്ലാവരും ഇപ്പോൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് പരിധിയും പരിമിതിയിടരുത്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അത്ഭുതങ്ങൾ ചെയ്യുന്ന അബ്രഹാമിൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ലോകമെമ്പാടുമുള്ള മക്കളിപ്പോൾ വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വഴികൾ തുറക്കട്ടെ, അടഞ്ഞ വാതിലുകൾ യേശു നാമത്തിൽ തുറക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തിയടിച്ച് പാടി ആരാധിക്കാം. അബ്രഹാമിന്റെ ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? നിശ്ചയമായും അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ അവനെന്നും ശക്തനല്ലയോ? ചെങ്കടലിലും വഴി തുറക്കാൻ അവനെന്നും ശക്തനല്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ? ചെങ്കടലിലും വഴി
ചെങ്കടലിലും വഴി തുറക്കാൻ അവനെന്നും ശക്തനല്ലയോ. മൂന്നാമത്തെ കത്ത് നമ്മൾ വായിച്ച് കേൾക്കുന്നത് സോണിയ ആൻ്റണി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എഴുതുന്ന ഒരു കത്താണ്. എൻ്റെ പേര് സോണിയ ആൻ്റണി. ബാംഗ്ലൂരിൽ ഒരു IT കമ്പനിയിൽ 4 വർഷമായി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. കമ്പനി നഷ്ടത്തിലായപ്പോൾ ജോലി നഷ്ടമായവരുടെ കൂടെ ഞാനും ഉൾപ്പെട്ടു. സമാനമായ ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങൾ ലോകത്തെമ്പാടുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷകൾക്ക് പോയി, ജോലിക്ക് പോയി, പല സ്ഥലത്തു നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് വേദനിക്കുന്ന അനേകർ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്. അവർക്കായുള്ള സ്വർഗത്തിൻ്റെ ദൂതാണിത്. അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് ഈ നാട്ടിലേക്ക് വന്ന് ഈ സഹോദരി ചെയ്തത് ഒരു ശ്രദ്ധാകർക്കമായ ഒരു കാര്യമാണ്. നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവതിലൂടെ ഒരു സന്ദേശം നൽകുന്നുണ്ട്. അവരിങ്ങനെയാണ് ചെയ്തത്. ഉടനെ നാട്ടിൽ വന്ന് ഒരു ധ്യാനം കൂടി, വീണ്ടും ജോലി അന്വേഷിച്ചു. തുടർന്ന് ഷാലോം നൈറ്റ് വിജിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തകർച്ചകളിലും പരാജയങ്ങളിലും നമ്മൾ തളർന്നു പോകുന്ന ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ വ്യക്തി കണ്ടു. ഒരു ധ്യാനം കൂടി, ഷാലോം നൈറ്റ് വിജിലേക്ക് പ്രാർത്ഥന ചോദിച്ചു. തൽഫലമായി സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അങ്ങനെ 2015 ഡിസംബർ ആദ്യ വെള്ളിയാഴ്ചയിലെ നൈറ്റ് വിജിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ മാസം തന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത 8 ഇൻ്റർവ്യൂവിലും ഞാൻ പാസ്സാവുകയും 8 കമ്പനികളിൽ നിന്ന് സെലക്ഷൻ ഓർഡർ വരികയും ചെയ്തു. അതിലേറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് 2016 ജനുവരി 25 ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം കാണുന്ന ദൈവം, തളരാതെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്തി സർവശക്തനായ ദൈവത്തെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ തടസ്സങ്ങൾ മാറും. ദൈവത്തെ ആരാധിക്കുമ്പോൾ വിടുതൽ ഉണ്ടാകും. ചങ്ങലകൾ പൊട്ടും. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത ശക്തിയാക്കണമേ. ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. നിരാശകൾ മാറട്ടെ. ഹല്ലേലൂയ. യേശു നാമത്തിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4ാമത്തെ കത്ത് ജോലിയിൽ സ്ഥലം മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സഹോദരിയുടെ അനുഭവമാണ്. ആ സഹോദരിയുടെ കത്ത് നമുക്ക് വായിച്ചു കേൾക്കാം. ഡോക്ടർ മാജി ജോസഫ് ബാംഗ്ലൂരിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. എൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഈ കത്ത്. എൻ്റെ ഇളയ സഹോദരി കഴിഞ്ഞ 10 വർഷമായി വീട്ടിൽ നിന്ന് ദിവസവും പോയി വരുവാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുമായിരുന്നു. പല വിധത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടും ഒന്നും സംഭവിച്ചില്ല. ശ്രദ്ധിക്കണം, പണം ഉപയോഗിച്ചു, പല വ്യക്തികളെ കണ്ടു, പല ഇൻഫ്ലുവൻസുകൾ നടത്തി, ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2016 ജനുവരി 1 ആദ്യ വെള്ളിയാഴ്ച, അതായത് കഴിഞ്ഞ മാസം, അനിയത്തി എന്നെ വിളിച്ച് പ്രത്യേക പ്രാർത്ഥന സഹായം നൈറ്റ് വില്ലിൽ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഞാൻ നൈറ്റ് വില്ലിൽ ഒരു പേപ്പറിൽ എഴുതി ഷാലോം ടിവിയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്ത ആദ്യ വെള്ളിയാഴ്ച, അതായത് ഇന്ന്, ഈ നിയോഗം സാക്ഷ്യമായി വായിച്ചു കേൾക്കാൻ ഇടയാക്കണമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം തന്നെ അനിയത്തി ട്രാൻസ്ഫറിനുള്ള അപേക്ഷയുമായി അധികാരികളെ സമീപിച്ചെങ്കിലും തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ഇതറിഞ്ഞിട്ടും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് വളരെ അത്ഭുതകരമായി 2016 ജനുവരിയിൽ തന്നെ നൈറ്റ് വിജിൽ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ട്രാൻസ്ഫർ ഓർഡർ അനിയത്തിക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയല്ലാതെ മറ്റൊന്നുമല്ല. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പാടി ആരാധിക്കാം. ചെങ്കടൽ കണ്ട് ഭയം വേണ്ട, പ്രതികൂലങ്ങളിലേക്ക് നോക്കേണ്ട. ചെങ്കടൽ വിഭജിച്ചവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ, സകലം കാക്കും ദൈവമവൻ. കാനഡയിൽ നിന്നുള്ള
ഒരു കത്താണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. സിന്ധു അഗസ്റ്റിൻ ആണ് ഇത് എഴുതിയത്. അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ സാക്ഷ്യങ്ങളാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത്. എൻ്റെ പേര് സിന്ധു, കാനഡയിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. ഞാൻ ഷാലോം പീസ് ഫെലോഷിപ്പിലെ അംഗവും അനേക വർഷങ്ങളായി ഷാലോം നൈറ്റ് വിജിലിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഷാലോമിലൂടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ വരുവാൻ തന്നെ കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ ഈ കത്തെഴുതുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലെ നൈറ്റ് വിജിലിലൂടെ എനിക്കും മക്കൾക്കും ലഭിച്ച വിവിധ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനാണ്. മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി 10 വയസ്സുള്ള മകനോട് നിയോഗങ്ങൾ എഴുതി TV-യുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞിരുന്നു. 4 നിയോഗങ്ങളാണ് എഴുതി വെച്ചത്. വീട് വിൽക്കുക, പുതിയ വീട് വാങ്ങുക, പുതിയ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുക, മകൻ്റെ കാലിലുള്ള ആണിരോഗം മാറുക. ഇങ്ങനെ 4 നിയോഗങ്ങളാണ് എഴുതി വെച്ചത്. വളരെ അത്ഭുതകരമായി എല്ലാ നിയോഗങ്ങളും കർത്താവ് നടത്തി തന്നു. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തിന്റെ വിവരണങ്ങൾ അവർ തുടർന്ന് എഴുതുകയാണ്. 1-ാമത്തെ നിയോഗം വീട് വിൽക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ വീട് വിൽക്കുന്നതും വാങ്ങുന്നതും ഭാരിച്ച നിയമപ്രശ്നങ്ങളുള്ള രാജ്യമാണ്. 15 കക്ഷികൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടും വാങ്ങാതെ പോയ വീടാണ്. തമ്പുരാൻ ഇടപെട്ടപ്പോൾ വിൽപ്പന നടന്നത്. ഹല്ലേലൂയ. ശേഷം പുതിയ വീടൊന്നും വാങ്ങാൻ പറ്റിയ അവസ്ഥയായിരുന്നില്ല ഞങ്ങൾക്ക്. പക്ഷേ മനോഹരമായ ഒരു പുതിയ വീട് തന്നെ വാങ്ങുവാൻ കർത്താവ് ഇടയാക്കി. അദൃശ്യമായ ദൈവത്തിൻ്റെ കരങ്ങൾ ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു. 3-ാമത്തേവരുടെ നിയോഗം ഒരു നല്ല സ്കൂളിലുള്ള അഡ്മിഷന് വേണ്ടിയായിരുന്നു. ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുവാൻ നാളുകളായി പ്രാർത്ഥിച്ചിരുന്നു. ഈശോ ഇടപെട്ടപ്പോൾ പുതിയ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ, ശ്രദ്ധിക്കണം, ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ ദൈവാനുഗ്രഹത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ദൈവം മക്കൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഹല്ലേലൂയ. രോഗസൗഖ്യം അത്ഭുതകരമായ സൗഖ്യമാണ്. മകൻ്റെ കാലിലെ ആണിരോഗം വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമായിരുന്നു. നടക്കുവാനോ കുളിക്കുവാനോ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. വലിയ 9 ആണികൾ 2 കാലുകളിലുമായി ഉണ്ടായിരുന്നു. പല മരുന്നുകളും ചെയ്തുവെങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നൈറ്റ് വിജിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മകൻ കാൽ ഉയർത്തി ഈശോയുടെ നേരെ ഉയർത്തിപ്പിടിച്ച് കരുണയാചിച്ച് പ്രാർത്ഥിച്ചു. വലിയ കരുണ തന്നെ ഈശോ അവനോട് കാണിച്ചു. തത്സമയം തന്നെ വേദന കുറഞ്ഞു വന്ന് ആ സ്ഥലത്തൊരു കറുത്ത പാട് അവശേഷിച്ചു. ക്രമേണ ആ തൊലി പൊളിഞ്ഞുപോയി ഒരു പാടും അവശേഷിക്കാത്ത പുതിയ തൊലി വന്ന് മൂടുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. അത്ഭുതകരമായി സൗഖ്യത്തിന് 1000 നന്ദി. ഹല്ലേലൂയ. സൗഖ്യങ്ങളുടെ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി. സമാനമായ രോഗങ്ങൾ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളിലുണ്ടെങ്കിലും ഇപ്പോൾ യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. സൗഖ്യശക്തി ഒഴുകുന്ന സമയം, യേശുവിന്റെ സൗഖ്യം ഇത് അനേകരെ തൊടുന്ന സമയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. യേശുവിനെ പോലെ മറ്റാരുമില്ല. നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. ഹല്ലേലൂയ. അത്ഭുതവാ ഓ സ്തോത്രം. അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. ഉന്നതൻ നീ. 2 കരവും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ സകല ആവശ്യങ്ങളും പോലൊരു ദൈവമില്ല. യേശുവിലേക്ക് ഉയർത്തിക്കൊണ്ട് പാടാം. ഉന്നതൻ നീ. ഓ സ്തോത്രം. ഉന്നതൻ നീ. രോഗങ്ങൾ പോലൊരു ദൈവമില്ല. സ്തോത്രം. അത്ഭുതവാ ഈശോയേ അതിശയവാ ഞങ്ങളെ ശ്രദ്ധിക്കണമേ, മാത്രമൻ ദൈവമെന്നും. ഞങ്ങളെ കാണണമേ യേശുവേ. ഹല്ലേലൂയ. അത്ഭുതവാ അത്ഭുതങ്ങൾ നടക്കട്ടെ. അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും. പ്രൈസ്
the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഷാലോ മിനിസ്ട്രിക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇത് വലിയൊരു പ്രാർത്ഥനാ ശുശ്രൂഷയാണ്. ഷാലോ മിനിസ്ട്രിക്ക് വേണ്ടി, നൈറ്റ് വീലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയൊരു സന്ദേശം ഞാൻ ഓർക്കുകയാണ്. ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് നൈറ്റ് വീൽ. ഓർക്കണം, അനേക ഭൂഖണ്ഡങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ ദൈവരാജ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ച് രണ്ട് കരവും കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവം ഈ നാളുകളിൽ ഉയർത്തിയ ഷാലോ മിനിസ്ട്രിക്ക് വേണ്ടി, ഷാലോമിന്റെ സഹകാരികൾക്ക് വേണ്ടി, വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം തുറക്കട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഷാലോ മിനിസ്ട്രിയിലേക്ക് വീണ്ടും വരണമേ, വീണ്ടും വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും ഷാലോമിലൂടെ വീണ്ടും പ്രവർത്തിക്കണമേ, വീണ്ടും പ്രവർത്തിക്കണമേ. ദൈവരാജ്യം വളരുവാൻ, ആത്മാക്കൾ രക്ഷപ്രാപിക്കുവാൻ, ഭാവികൾ മാനസാന്തരപ്പെടുവാൻ അങ്ങ് ഉയർത്തിയ ഷാലോമിനെ ഓർക്കണമേ, അനുഗ്രഹിച്ചുയർത്തണമേ. ലോകവ്യാപകമായി ഷാലോം ശുശ്രൂഷകൾ വളരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഷാലോം മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്തവരെ വീണ്ടും അനുഗ്രഹിക്കണമേ. അഭിഷേക ശക്തിയാ, സൗഖ്യ ശക്തിയാ അവരെ നിറയ്ക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോമിലൂടെ സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. അങ്ങയോടുള്ള സ്നേഹത്താൽ അവരെ വീണ്ടും നിറയ്ക്കണമേ. സുവിശേഷ തീഷ്ണതയാൽ അവരെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിന് വേണ്ടി ഷാലോമിനെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളെയും ഈ രാത്രിയിൽ വീണ്ടും അനുഗ്രഹിക്കണമേ. ഷാലോം ടിവിക്ക് വേണ്ടി വിശ്വാസപൂർവം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മലയാളം ചാനലിനെ, ഇംഗ്ലീഷ് ചാനലിനെ, പ്രേക്ഷകരെ അനുഗ്രഹിക്കണമേ. ലോകവ്യാപകമായി ഷാലോം ടിവിയെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വായനക്കാരെ അനുഗ്രഹിക്കണമേ. ഏജന്റുമാരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, ഷാലോമിന്റെ ഔട്ട്റീച്ച് പ്രോഗ്രാമുകൾക്ക് വേണ്ടി നടക്കാനിരിക്കുന്ന ധ്യാനങ്ങൾക്ക് വേണ്ടി, കൺവെൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരെ രക്ഷയുടെ തീരത്തേക്ക് ആനയിക്കുവാൻ ഷാലോമിനെ അനുഗ്രഹിച്ചുയർത്തണമേ. ഹല്ലേലൂയ. വിവിധ രാജ്യങ്ങളിലുള്ള ഷാലോം ഓഫീസുകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോം ശുശ്രൂഷകളുടെ വളർച്ചയ്ക്ക് വേണ്ടി അങ്ങയോടുള്ള സ്നേഹത്താൽ ഷാലോമിനോട് സഹകരിക്കുന്ന എല്ലാ അംഗങ്ങളെയും, ഷാലോം പീസ് ഫെലോഷിപ്പിലെ എല്ലാ അംഗങ്ങളെയും ഈ
രാത്രിയിൽ അവിടുന്ന് സന്ദർശിക്കണമേ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഷാലോമിനെയും ശുശ്രൂഷകളെയും ലോകവ്യാപകമായി അനുഗ്രഹിച്ചുയർത്തണമെന്ന് പ്രാർത്ഥിച്ച് സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത ശക്തി ഇറങ്ങട്ടെ. ലോകം ഉണരട്ടെ. ഷാലോം ശുശ്രൂഷകൾ വ്യാപിക്കട്ടെ. പ്രസിദ്ധീകരണങ്ങൾ വ്യാപിക്കട്ടെ. ഹല 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 ഹല. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ഒരു നിമിഷം കൂടി ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ സുവിശേഷകരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവജനം, വിശ്വാസികളുടെ സമൂഹം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രാർത്ഥിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ്. അനേക സുവിശേഷകർ തളർന്നു പോയവരുണ്ടാകാം, വഴിതെറ്റിപ്പോയവരുണ്ടാകാം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവർ വീണ്ടും ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കണം. ഈശോയ്ക്ക് വേണ്ടി അവർ വീണ്ടും മുന്നോട്ട് പോകണം. രണ്ടു കരവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകമെമ്പാടും ഈശോയുടെ വേലക്കായി സമർപ്പണം ചെയ്ത അഭിഷിക്ത വൈദികർ, സന്യസ്തർ, ആത്മായ ശുശ്രൂഷകർ, പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, ധ്യാന കേന്ദ്രങ്ങൾ എല്ലാവരെയും സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സുവിശേഷകർ ഉണരുവാൻ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ അടിമത്തത്തിൽ കഴിയുന്ന മിഷണറിമാർ ഉണരട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, ദൈവരാജ്യം വളരട്ടെ. എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും സുവിശേഷകർ ഉണരട്ടെ, അവരുടെ കുടുംബങ്ങൾ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വേലക്കാരെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി, അത്യുന്നത ശക്തി അവരുടെ മേൽ നിറയട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശക്തി, പരിശുദ്ധാത്മ ശക്തി അവരിൽ നിറയട്ടെ. ആത്മാവിൽ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി അവരിൽ നിറയട്ടെ. അവരിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അവരിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി അവരിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി അവരിൽ നിറയട്ടെ. അവരിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. അവരിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ആത്മാവിൽ ആരാധിക്കുക. ഹിയ 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 ഹിയ